നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. ഗാന്ധിനഗർ ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിലെ 13-ാം നമ്പർ മുറിയിൽ നടന്ന അട്ടഹാസങ്ങൾ, 13-ാം നമ്പർ മുറിയിൽ നടന്ന ക്രൂരതയുടെ കഥ പുറത്തു വരുമ്പോൾ ചില സത്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഗാന്ധിനഗർ ഗവൺമെന്റ് കോളേജിൽ SFIക്ക് യൂണിറ്റ് ഇല്ല എന്നത് വാസ്തവമാണ്. പക്ഷേ അവിടെ റാഗിംഗ് നടത്തിയവരും CPM അനുയായികളാണ്. ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ റാഗിംഗ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരാൾ വിവരം സെക്യൂരിറ്റിയെ അറിയിച്ചിട്ടും ഈ സെക്യൂരിറ്റി ഇടപെട്ടിട്ടേയില്ല. ഇതിന് കാരണം CPM അനുകൂല സംഘടനാ നേതാക്കളുടെ റാഗിംഗിൽ ഇടപാടിൽ പണി പോകുമെന്ന ഭയമായിരുന്നു. റാഗിംഗ് നടന്നത് അറിഞ്ഞില്ല എന്നും ഇരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ല എന്നുമാണ് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ പോലീസിന് സംശയമുണ്ട്. റാഗിംഗ് നടന്ന മുറിയിൽ നിന്നും കത്തിയും കോമ്പസും ഡമ്പലും കരിങ്കൽ കഷ്ണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. റാഗിങ്ങിനെതിരെ 4 വിദ്യാർത്ഥികൾ കൂടി കോളേജിന്റെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിക്കഴിഞ്ഞു. ഇതിലൊരാൾ പോലീസിനും പരാതി നൽകി. സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകലം ഷേവ് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലിബിൻ നൽകിയ പരാതിയിൽ അറസ്റ്റിലായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP രാഹുൽ രാജ്, സാമുൽ ജോൺസൺ, NS ജീവ, C റിജൽജിത്ത്, അതുപോലെ തന്നെ NV വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലും നേതൃത്വം നൽകിയത്. സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത്ത്, ദിലീപ്, ആദർശ്, അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടില്ല. ലിബിനെ റാഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിച്ചു. ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായത്. ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവിളിൽ അടിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ശരീരമാസകലം ഷേവ് ചെയ്തത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. ലഹരിക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ സഖാക്കളുടെ ക്രൂരതകൾ. സംഭവത്തിൽ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ കേസെടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേശീയ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹ്യാദ്രി റൈറ്റ്സ് ഫോറം നൽകിയ പരാതിയിലാണ് കമ്മിറ്റിയുടെ ഇടപെടൽ. മാത്രമല്ല, ഗവർണർ കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നാണ് പ്രധാന ആവശ്യം ഉയരുന്നത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയിരിക്കുന്നത് നിർദ്ദേശം. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് വിശദീകരണം നൽകണം. കോട്ടയത്ത് നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് സംഭവത്തിൽ ഗവർണറും ഇടപെട്ടിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് കളക്ടർ ഇന്നലെ തന്നെ വിശദമായ റിപ്പോർട്ട് നൽകി. അറസ്റ്റിലായ 5 പ്രതികളിൽ 20 വയസ്സിന് താഴെ പ്രായമുള്ള 3 പേരെ കൊച്ചി കാക്കനാട്ടെ ജില്ലാ ജയിലിനോട് അനുബന്ധിച്ചുള്ള ഈ ബോസ്റ്റൽ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 2 പേരെ കോട്ടയം സബ് ജയിലിൽ പാർപ്പിക്കും. സീനിയർ വിദ്യാർത്ഥികളിൽ കേസിൽപ്പെടാത്ത 2 പേരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും. ഹോസ്റ്റലിന് വെളിയിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയെ റാഗ് ചെയ്യാൻ ഉപയോഗിച്ച കോമ്പസും ഡമ്പലുകളും കണ്ടെത്തിയിട്ടുണ്ട്.